If the abscissa and ordinate of a point are same, then the point lies zone. ഇപ്പോൾ എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് സെയിം ആയിട്ട് വരുവാണെങ്കിൽ ആ പോയിന്റ് ഏത് ക്വാഡ്രന്റിലാണ് കിടക്കുക അല്ലെങ്കിൽ ഒറിജിനിലാണോ കിടക്കുക ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്നത് എക്സ് ഈക്വൽ ടു വൈ എന്നാണ്. അപ്പോൾ നമുക്ക് എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ വൈയുടെ വാല്യൂ 1 ആയിരിക്കും. ഇനി എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ 2 ആയിരിക്കും. അപ്പോൾ എക്സും വൈയും പോസിറ്റീവായിട്ട് വരുന്നത് ഏത് ക്വാഡ്രന്റിലാണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ? ഇനി എക്സിന് നമ്മൾ -1 കൊടുക്കും. അപ്പോൾ വൈ എന്തായിരിക്കും? -1 തന്നെ. ഇനി എക്സിന് നമ്മളിപ്പോൾ -2 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ -2. അതായത് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ വൈയും നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ എക്സും വൈയും നെഗറ്റീവ് ആയിട്ട് വരുന്നത് ഏത് ക്വാഡ്രന്റിലാണ്? തേർഡ് ക്വാഡ്രന്റ്. ഇനി എക്സിന് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ വൈയും 0 ആവും. അപ്പോൾ അത് ഏതാണ്? ഒറിജിൻ. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആൻസർ? ഫസ്റ്റ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഒറിജിൻ. മൂന്നും വരുന്നത് ഏതാണ്? ഓൾ ഓഫ് ദ എബവ്. രണ്ട് കോർഡിനേറ്റ്സും സെയിം ആയിട്ട് വരുന്ന പോയിന്റ്സിനെ നമ്മൾ ഒരു കോർഡിനേറ്റ് പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ അത് y = x എന്ന് പറയുന്ന ഒരു ലൈൻ ആയിരിക്കും തേർഡ് ക്വാഡ്രന്റിൽ കൂടെയും ഫസ്റ്റ് ക്വാഡ്രന്റിൽ കൂടെയും ഒറിജിനിൽ കൂടെയും കടന്നു പോകുന്ന ഒരു ലൈൻ.